നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. എവറസ്റ്റ് കൊടുമുടി പ്രസവിച്ചാൽ ആ കുഞ്ഞിനൊരു മലയുടെ വലിപ്പമെങ്കിലും ഉണ്ടാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെ പ്രവർത്തകർ പണിയായുധങ്ങളുമായി ഇന്ന് ആലപ്പുഴയിലെ പുന്നപ്രയിലുള്ള സഖാവ് ജി സുധാകരന്റെ വീട്ടിലേക്ക് ഓടിയെത്തിയത്. AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ജി സുധാകരനെ സന്ദർശിക്കാൻ എത്തിയിരിക്കുന്നു. അതായിരുന്നു കാരണം. കുറച്ചു നാളായി ചികിത്സയിലായിരുന്ന സഖാവ് സുധാകരന്റെ ആരോഗ്യനിലയെ പറ്റി ആരായാനായിരുന്നു ഹ്രസ്വമായ ആ സന്ദർശനം. ആ സന്ദർശനം അവിടെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ നിറം പിടിപ്പിച്ച നുണകളുടെ ഉത്സവമേളം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അദ്ദേഹം ഹ്രസ്വ സന്ദർശനം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയും ചെയ്തു. അല്പം കഴിഞ്ഞ് ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പുറത്തേക്ക് വന്ന സഖാവ് സുധാകരനെ മാധ്യമപ്രവർത്തകർ വളഞ്ഞു. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എല്ലാത്തരം മാപ്രകളും ഉണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിന് ഒരാളുടെ മുഖലക്ഷണം നോക്കി അയാളുടെ ജാതകവും ഗ്രഹനിലയും വരെ കുറിക്കാൻ കഴിവുള്ള ജ്യോതിഷ പണ്ഡിതന്മാരായ മാപ്രകൾ ഒരാളിന്റെ മാനറിസങ്ങളിൽ നിന്നും സംസാരിക്കുമ്പോഴുള്ള അംഗവിക്ഷേപങ്ങളിൽ നിന്നും അയാളുടെ മനോവ്യാപാരങ്ങൾ അളക്കാൻ വരെ കഴിവുള്ള സാങ്കേതിക വിദഗ്ധരായ മാപ്രകൾ, പിന്നെ യാതൊരു സ്കാനിങ് മെഷീന്റെ സഹായവും ഇല്ലാതെ നോട്ടം കൊണ്ട് സ്കാൻ ചെയ്ത് ഒരാൾ രാഷ്ട്രീയം മാറുമോ പാർട്ടി മാറുമോ എന്നൊക്കെ നിശ്ചയിക്കുന്ന അതിവിദഗ്ധ മാപ്രകൾ, ഇങ്ങനെ പല വിധത്തിലുള്ള. പക്ഷെ ആലപ്പുഴയിൽ പണി പാളി. ആലപ്പുഴക്കാർ തന്നെ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്: എല്ലാരോടും കളിക്കുന്നത് കളി പഠിക്കാൻ, മുത്തശ്ശനോട് കളിക്കുന്നത് തലതെറിക്കാനും എന്ന് പറഞ്ഞ അവസ്ഥയിലായിപ്പോയി മാപ്രകൾ. രാഷ്ട്രീയം സംസാരിച്ചോ എന്ന് ചോദിച്ചതിന്, രാഷ്ട്രീയം പറഞ്ഞാൽ അയാളോട് എന്തിനാ രാഷ്ട്രീയം പറയുന്നത്? രാഷ്ട്രീയം പറഞ്ഞാൽ അയാൾ CPM-ലേക്ക് വരുമോ എന്നായിരുന്നു ജി സുധാകരന്റെ ചോദ്യം. കുറിക്കുകൊള്ളുന്ന മറുപടികളുമായി ഒരു കമ്മ്യൂണിസ്റ്റിന്റെ മനോഹരമായ ശൈലിയിൽ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ സഖാവ് സുധാകരൻ ഒടുവിൽ ആ മാധ്യമപ്രവർത്തകരോട് ഒരു ചോദ്യം ചോദിക്കാനും മറന്നില്ല. ഞാനിവിടെ ജീവിച്ചു പോരുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടോ എന്നുകൂടി അദ്ദേഹം ചോദിച്ചു. എവറസ്റ്റ് കൊടുമുടി പ്രസവിച്ചത് ഒരു ചുണ്ടലിയെയാണല്ലോ എന്നുള്ള നിരാശയിൽ ഒടുവിൽ അവർക്ക് ലക്ഷ്യം കാണാതെ മടങ്ങിപ്പോകേണ്ടി വന്നു. അപ്പോഴും സ്റ്റുഡിയോയിൽ ഉറഞ്ഞാടുന്ന വാർത്താവായനക്കാർ ജി സുധാകരൻ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായി ഒന്നും സംസാരിച്ചില്ലെന്ന് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അതൃപ്തി അത് സ്പഷ്ടമാണെന്ന് കണ്ടെത്തി. നമ്മൾ പറയില്ലേ, ഏതാണ്ടിന്റെയും കാമം കരഞ്ഞു തീർക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അവിടെ അപ്പോഴും മാറ്റം വന്നിട്ടില്ല. അവസ്ഥ അത് തന്നെയാണ്.
കൂട്ടുകാരെ, നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രത്യേകം അറിയിക്കുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.